ഹായ് ഫ്രണ്ട്സ്, ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോസ്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളൂ, ലൈക്ക്, കമൻറ്റ്, ഷെയർ. മറ്റ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഷെയർ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഡോർ പ്ലാന്റ് നമ്മളുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് നമുക്ക് നല്ല ഓക്സിജൻ തരുന്നതാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് കൂടുതൽ ആളുകൾ കൂടുന്നിടത്ത് നമുക്ക് കൂടുതൽ ഓക്സിജൻ ലഭ്യമാകാൻ ഇത് സഹായകമാകും. അതിലൂടെ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നല്ല അടിപൊളി, ഇതൊരു കലാത്തിയ എന്നൊരു പ്ലാന്റാണ്, ഇതുപോലുള്ള പ്ലാന്റ് വയ്ക്കാം. പിന്നെ നമുക്ക് അതിനൊരു നല്ലൊരു ഓപ്ഷനാണ് മണി പ്ലാന്റ്. ഇത് വെച്ചാലേ ഒരു രഹസ്യം പറയാം കേട്ടോ, നമുക്ക് നല്ല മണി ഗ്രോത്ത് വരും. അതുപോലെ തന്നെ നമുക്ക് വിവിധ പ്ലാന്റുകൾ ഇൻഡോറിൽ നിൽക്കുന്നത് വേണം വയ്ക്കാൻ. നനവ് വളരെ കൃത്യമായിട്ട് നനച്ചാലേ പ്ലാന്റ് നല്ല സുഖമായിട്ട് നോക്കുള്ളൂ. ലക്കി ബാമ്പു ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് വെച്ചാൽ മണി ഗ്രോത്ത് വരും, നമുക്ക് മണി ലഭിക്കും എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഡോർ പ്ലാന്റിൽ അടിപൊളിയായിട്ടുള്ള നല്ല പ്ലാന്റൊക്കെ വെച്ച് നമ്മളുടെ ഗാർഡനൊന്ന് മനോഹരമാക്കുക. വീടായാലും ഓഫീസായാലും വളരെ മനോഹരമായിരിക്കാൻ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്താൽ നമുക്കവിടെ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ആന്തോറിയം മിനിയേച്ചറും ചെയ്യാം കേട്ടോ. ഇത് ചെയ്താലും നല്ല അടിപൊളിയായിരിക്കും. അപ്പം എന്നാൽ ആന്തോറിയം മിനിയേച്ചറൊക്കെ വെച്ച് നമ്മളവിടെ വീടും ഓഫീസൊക്കെ അടിപൊളിയാക്കണ്ടേ. കണ്ടോ എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു നിൽപ്പ്. ഇതൊക്കെ വെച്ചാൽ നമ്മളെ വീടും ഓഫീസൊക്കെ മിന്നി മിന്നി തിളങ്ങും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് നല്ല ഹൈലൈറ്റായിട്ട് നമ്മളെ വീടും ഓഫീസൊക്കെ